ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ചോദ്യം 1. യേശു 12 പേരെയും വിളിച്ച് ഡാഷിൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഉത്തരം: സകല പിശാചുക്കളുടെയും മേൽ. ചോദ്യം 2. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ഡാഷ് എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഉത്തരം: ബെത്സൈദ. ചോദ്യം 3. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ഡാഷ് 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഉത്തരം: ബാക്കി വന്ന കഷണങ്ങൾ. ചോദ്യം 4. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ ഡാഷ് എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ. ചോദ്യം 5. ഡാഷ് സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഉത്തരം: എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും. ചോദ്യം 6. ഡാഷ് പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. ഉത്തരം: തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. ചോദ്യം 7. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് ഡാഷ് ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. ഉത്തരം: താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും. ചോദ്യം 8. ഡാഷ് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. ഉത്തരം: നിങ്ങളുടെ നഗരത്തിൽ നിന്ന്. ചോദ്യം 9. ഡാഷിൽ തൈറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഉത്തരം: വിധി ദിനത്തിൽ. ചോദ്യം 10. സാത്താൻ ഡാഷ് പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഉത്തരം: സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ. ചോദ്യം 11. എന്തെന്നാൽ അങ്ങ് ഇവ ഡാഷിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഉത്തരം ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും. ചോദ്യം 12. സ്നേഹിത, എനിക്ക് ഡാഷ് വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഉത്തരം: 3 അപ്പം. ചോദ്യം 13. ഡാഷ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. ഉത്തരം: അശുദ്ധാത്മാവ്. ചോദ്യം 14. ഡാഷ് വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞി. ഡാഷ് സൂക്ഷിച്ചുകൊള്ളുവിൻ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ഉത്തരം: ഫരിസേയരുടെ കാപഢ്യമാകുന്ന പുളിപ്പിനെ. ചോദ്യം 16. മനുഷ്യജീവിതം ഡാഷ് കൊണ്ടല്ല ധന്യമാകുന്നത്. ഉത്തരം: സമ്പത്ത് കൊണ്ടല്ല. ചോദ്യം 17. ഡാഷ് ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഉത്തരം: ചെറിയ അജഗണമേ. ചോദ്യം 18. ഡാഷ് ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. ഉത്തരം: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ. ചോദ്യം 19. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് ഡാഷ്. ഉത്തരം: ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ചോദ്യം 20. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ ഡാഷ് കയറിയിരിക്കരുത്. ഉത്തരം: പ്രമുഖ സ്ഥാനത്ത്. ചോദ്യം 21. ഡാഷ് വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഉത്തരം: സ്വജീവനെ തന്നെ.
22-ാം ചോദ്യം. ഡാഷ് അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഉത്തരം ചുങ്കക്കാരും പാപികളുമെല്ലാം. ചോദ്യം 23. പിതാവേ, ഡാഷ് ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്നു വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഉത്തരം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും. ചോദ്യം 24. യജമാനൻ ഡാഷ് എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഉത്തരം കാര്യസ്ഥത. ചോദ്യം 25. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഡാഷ് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. ഉത്തരം അവരും പീഡകളുടെ ഈ സ്ഥലത്ത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.